വെൽക്കം ബാക്ക് ടു നിച്ചൂസ് കുക്ക് ബുക്ക്. ഇന്നത്തെ ഈ സാലഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത, ദിസ് വിൽ ഓൺലി ഗിവ് യു ലെസ് ദാൻ 100 കാലറീസ്. ഈ ടോട്ടലി ഒരു സാലഡ് ഒരു 300 ഗ്രാംസോളം ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് വെറും 100 കാലറീസ് മാത്രമാണ് കിട്ടുന്നത്. വെയ്റ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഐ വുഡ് സേ ദ ബെസ്റ്റ് സാലഡ് ആണിത്. ഇതിന് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമ്മൾ ഒത്തിരി ഒരു വായ്വട്ടുള്ള പാത്രം വേണം എടുക്കാൻ. അപ്പോഴേ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഈസി ആവുള്ളൂ. നല്ല വായ്വട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ ലെറ്റ്യൂസ്, അത് ഒരു 50 ഗ്രാംസ്. അതിനോടൊപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബെൽ പെപ്പർ, ക്യാപ്സിക്കം, യെല്ലോ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ഒരു 100 ഗ്രാംസ്. പിന്നെ ക്യുക്കമ്പർ ഈസ് അബൌട്ട് 50 ഗ്രാംസ്. അതിനുശേഷം ഒരു പകുതി തക്കാളി, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 50 ഗ്രാം തക്കാളി. ഇതിലേക്ക് ഞാനിവിടെ കുറച്ചൊരു പ്ലംസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലംസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്ലംസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ച കോണാണ്. ഉപ്പില്ലാതെ വേവിച്ച കോണാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. നമുക്ക് എത്രത്തോളം ഉപ്പ് കുറയ്ക്കാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം കുറയ്ക്കണം, നമ്മുടെ വാട്ടർ റിട്ടൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1-1.5 ടീസ്പൂൺ നാരങ്ങ നീരെടുത്ത് അതിലൊരു ടീസ്പൂൺ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തതോ പൊടിച്ചതോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓഫ് ഓലിവ് ഓയിൽ ഇടാം, പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്തു. എൻ്റെ കയ്യിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് ഉണ്ട്. സോ അത് നമ്മളൊരു കുറച്ചൊരു ഒരു ഉപ്പ് രസത്തിന് വേണ്ടി മാത്രം നമ്മൾ ചേർക്കുകയാണ്. ഉപ്പ് ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി വെൽ ആൻഡ് ഗുഡ്. ഇതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും കാലറി കൗണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാലറി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് കൂടുതലാക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓരോന്നിൻ്റെയും കാലറി കൗണ്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് എനിക്ക് കൊറിയാണ്ടർ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ മണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ സാലഡിൽ കുറച്ച് ചോപ്പ് ചെയ്ത കൊറിയാണ്ടറും പിന്നെ ഒരു ചെറിയൊരു ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് ചെയ്ത ജിഞ്ചറും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ് ഒന്നും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് കപ്പലണ്ടി ആഡ് ചെയ്യാം. കുറച്ച്, അതായത് ഒരു 5 to 10 ഗ്രാംസ് കപ്പലണ്ടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആഡ് ചെയ്യാം. അതൊക്കെ എക്സ്ട്രാ ആണ്. അത് കുറച്ചും കൂടെ ഒരു ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെയും കഴിക്കാം. ഇതൊരു മൊത്തം ഒരു 300 ഗ്രാംസോളം വരും. ഇതിൽ കാലറി എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് 100 ഗ്രാംസ്. ഇത് നമ്മൾ കഴിക്കുമ്പം വയറ് നിറയും, ഇടയ്ക്ക് വിശക്കില്ല, യു വിൽ ഫീൽ ഫുൾ. വെയ്റ്റ് ലോസ് ഒക്കെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.